ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യക്കുരുതിക്കിടയാക്കിയ റുവാണ്ടൻ വംശഹത്യയ്ക്ക് 25 വർഷം. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച് 1994 100 ദിവസങ്ങൾക്കുള്ളിൽ 8000-ഓളം പേരെയാണ് മരണത്തിനിരയാക്കിയത്. സംഭവത്തിന് മുന്നോടിയായി കിബേഹോയിൽ പരിശുദ്ധ മറിയത്തിൽ നിന്ന് ഇക്കാര്യത്തെക്കുറിച്ച് പ്രവചനങ്ങൾ ലഭിച്ചിരുന്നു. റുവാണ്ടയിലെ ടുട്സി ഹുട്ടു ഗോത്രങ്ങൾ തമ്മിൽ കാലങ്ങളായി ഉടലെടുത്ത ആഭ്യന്തര യുദ്ധത്തിന്റെ ദുരന്തഫലമായിരുന്നു 1994 ഏപ്രിൽ 6 മുതൽ ആരംഭിച്ച കൂട്ടക്കൊലകൾ. 1982 ഓഗസ്റ്റ് 19 റുവാണ്ടയിലെ കിബേഹോയിൽ അൽഫോൺസിൻ, അനാതാലി, മാരിക്ലെയർ എന്നീ കുട്ടികൾക്ക് പരിശുദ്ധ മറിയത്തിൽ നിന്ന് ലഭിച്ച പ്രവചന ദർശനങ്ങളുടെ വെളിച്ചത്തിൽ റുവാണ്ടയിൽ യുദ്ധമുണ്ടാകുമെന്നും മൃതശരീരങ്ങൾ പൊതുവീഥികളിൽ ചിതറിക്കിടക്കുമെന്നും മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. 1988 പ്രാദേശിക ബിഷപ്പ് അഗസ്റ്റിൻ മിസാഗോ ഈ ദർശനങ്ങൾ അംഗീകരിക്കുകയും 1990 പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ റുവാണ്ട സന്ദർശന വേളയിൽ തദ്ദേശ കലഹങ്ങളിൽ പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥത്തിനായി പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ 1994 പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൽ ദർശനം ലഭിച്ച മേരി ക്ലെയർ ഉൾപ്പെടെ 8 ലക്ഷത്തോളം പേർ മരിച്ചു. സഹായ സന്നദ്ധരായ 160 ക്രിസ്ത്യൻ മിഷനറിമാർ ദുരന്തത്തിന് ഇരയായവർക്ക് ക്രിസ്തുവിന്റെ പ്രതിച്ഛായയായി ആശ്വാസം പകർന്നു. ജീവൻ പോകാതെ നരകയാതനകൾക്ക് ഇരയായവർ പരിശുദ്ധ മറിയത്തിന്റെ സന്ദേശങ്ങളിൽ നിന്ന് ക്ഷമയും പ്രത്യാശയും ഉൾക്കൊണ്ടതായി സാക്ഷ്യപ്പെടുത്തി. റുവാണ്ടൻ കൂട്ടക്കൊലയുടെ 25ാം വാർഷികത്തിലും പരിശുദ്ധ മറിയത്തിന്റെ പ്രവചനങ്ങളെ അനുസ്മരിക്കുകയാണ് കത്തോലിക്ക സഭ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.